ഈ ഖണ്ഡനം നടക്കുന്ന കൂടെ തന്നെ ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറാണോ നമ്മൾ ചോദിച്ചിരുന്നു. ഖണ്ഡനം പോട്ടെ, അതിനെ കൂടെ തന്നെ ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നാണ്. അപ്പോൾ ആദ്യം വന്നപ്പോൾ കരിമ്പിലാഖിൽ പറഞ്ഞു, നിങ്ങളേറ്റ് പറ്റൂല. കാരണം എന്താ, 2014 മാണി സലഫി നുണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളേറ്റില്ല. 2024 നുണ പറഞ്ഞ മനുഷ്യനായി പറയണത് നുണ പറഞ്ഞുകൊണ്ടേക്കാണ്. അയാളെ ചോദ്യം എന്ത്, 2014 മാണി സലഫി നുണ പറഞ്ഞേക്കണ്, അതുകൊണ്ട് നിങ്ങളേറ്റ് ചർച്ചയ്ക്കില്ല. അത് മാണി സലഫി രണ്ടാം ഗണത്തിൽ കൃത്യമായി പണിയെടുത്തു. എന്താണെന്ന്, ആരാ നുണ പറഞ്ഞത്, എന്താ അവസ്ഥ, ക്ലിപ്പിട്ട് നന്ദിയെടുത്ത് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നമ്മളോട് ആയിക്കോട്ടെ ഞങ്ങളെത്തില്ല, ഞങ്ങളെത്തി. പിന്നെ രണ്ടാമത്തെ പോലും പറഞ്ഞത് വൈജ്ഞാനിക ചർച്ച പറഞ്ഞാൽ ഇൽമ അങ്ങോട്ട് എടുക്കാനല്ലേ, നിങ്ങളെത്തി എടുക്കാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങളെത്തില്ല. അപ്പം അന്ന് ഞാൻ ആയിക്കോട്ടെ ഞങ്ങളേക്ക് നിൽക്കണ്ട, ഞങ്ങൾ നിങ്ങളേക്ക് നിർത്തോളാം എന്ന് പറഞ്ഞു. നിങ്ങളടുത്ത് നിൽക്കുക, ഞങ്ങളിങ്ങനെ ചോദിക്കുക, നിങ്ങളിങ്ങനെ പറയുക, നിങ്ങളടുത്ത് ഇൽമെടുത്തോളാം, അതിന് പറ്റുമോ എന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്താ കരിമ്പിലാഖിൻ്റെ പ്രതികരണം അറിയോ, കേട്ടോളി. വൈജ്ഞാനിക ചർച്ച എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വിജ്ഞാനങ്ങൾ പരസ്പരം കൈമാറാനുള്ളതാണ്. അത് നിങ്ങളൊന്നും കിട്ടാൻ നമുക്കില്ല, കാരണം നിങ്ങളെ സ്വഭാവം ഇങ്ങനെയാണ്. അപ്പോൾ ഫൈസൽ മുസ്ലിയാർ പുതിയൊരു അടവ് വെച്ചു. എന്താ അടവെന്നറിയോ, ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് കുറച്ച് ഇൽമ കിട്ടാനുണ്ട്, അവിടെ നമുക്ക് നടത്താം, ഞങ്ങൾ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം, നിങ്ങളിങ്ങനെ ഉത്തരം പറഞ്ഞാൽ മതി. അത് ഏത് അർത്ഥത്തിലാണെന്ന് പറയണം. എന്താ അറിയോ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്നുകിൽ മാഷന്മാരാണ് ചോദിക്കുക കുട്ടികളോട്, അല്ലെങ്കിൽ കുട്ടികൾ മാഷന്മാരോട് ചോദിക്കുക. നിങ്ങൾ ഏത് ഗണത്തിലാണ് പെടാന്ന് പറയണം. മനസ്സിലായല്ലോ, നിങ്ങൾ കുട്ടികളാണോ മാഷന്മാരാണോ? ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളെ സ്റ്റുഡൻസ് ആവണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്റ്റുഡൻസ് ആവണം. അപ്പോൾ ചോദ്യത്തിൻ്റെ പിന്നെ ആംഗിളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആളുകൾ ചോദ്യം ചോദിക്കൽ പല കാര്യത്തിനാണ്. ഒന്ന്, ഒരു കാര്യം മനസ്സിലാക്കാൻ പഠിക്കാൻ ചോദിക്കും. മറ്റൊന്ന്, ആരോടാണ് ചോദിക്കുന്നത് അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമെന്ന് അറിയാൻ ചോദിക്കും. അങ്ങനെയുണ്ട്. മൂന്നാമത്തത്, ചിലരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഈ ഏത് കളത്തിലാണെങ്കിലും ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലും പെടുത്താൻ പറ്റിയ ആൾക്കാരെല്ലാം നിങ്ങൾ മനസ്സിലായി. അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിട്ടില്ലാതെ ഇതിലൊന്നും പറ്റൂല. മാഷാകാനും പറ്റില്ല, കുട്ടികളാകാനും പറ്റൂല, ചോദ്യം ചോദിക്കാനും പറ്റൂല. അതുകൊണ്ട് നിങ്ങളിട്ടില്ല, ഞങ്ങൾ ഇറങ്ങാറാക്കണില്ല, നിങ്ങൾ വിട്ടു. എന്താ കാട്ടൊരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ വൃത്തിയുണ്ട്. ഇത് ഞങ്ങൾ ഇടങ്ങാറാക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അതെല്ലാം തുറന്ന് പറഞ്ഞല്ലോ. ഇത് പ്രത്യേകം പേടിച്ചിട്ടൊന്നുമല്ല പറയുന്നുണ്ട്, ഒപ്പം പറയുന്നുണ്ട്. പേടിയൊന്നുമില്ല, അങ്ങനെ ബേജാറായിട്ടൊന്നുമില്ല, മുട്ട് പറിച്ചിട്ടൊന്നുമില്ല. ഞാൻ പണ്ട് പൊന്മണിട്ട് നടത്തിക്കണ്, അതേപോലെ മാത്തോട്ടം കോയൊക്കെ എൻ്റെ അടുത്തേക്കണ്, അവിടെ ബേജാറൊന്നുമില്ല. ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞിട്ടില്ല ബേജാറുണ്ട്, അത് മൂപ്പയ്ക്ക് തോന്നുകയാണ്, അങ്ങനെ നമുക്ക് തോന്നുമെന്നുള്ളത്. അപ്പോൾ ഏതാ നമ്മൾ ഇടങ്ങാറാക്കണില്ല. ഒരു കഴിയാത്ത മനുഷ്യൻ നമ്മൾ പല ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ.